ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കാന്താരി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് അച്ചാർ പൊടിയും കുറച്ച് കായപ്പൊടിയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടിയെടുപ്പത്ത് വെച്ച് ഞാൻ ചെമ്മീൻ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി നല്ലെണ്ണയിൽ കോരി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അച്ചാറിനൊക്കെ. നല്ലെണ്ണ അതിൽ തന്നെ ആ സെയിം ചീനച്ചട്ടിയിലൊക്കെ കുറച്ചും കൂടി നല്ലെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഉലുവയും കടുകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പച്ച മണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്ക് വീണ്ടും പച്ചമുളകും പച്ചക്കാന്താരിയും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്നൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കാശ്മീരി ചില്ലിയാണ് കേട്ടോ, അതിൻ്റെ കളർ കണ്ടിട്ട് പേടിക്കേണ്ടത്. കാശ്മീരി ചില്ലി മാത്രമാണ് ഞാൻ അച്ചാറിന് ഉപയോഗിക്കാറ്. കുറച്ച് അച്ചാർ പൊടി ഉപയോഗിക്കുക. അതെല്ലാം ഒരു 2 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതെല്ലാം നിങ്ങൾ ആ ക്വാളിറ്റി എത്രയാണോ അതിനനുസരിച്ച്. ഇത് 200 ഗ്രാം ചെമ്മീനേ ഉള്ളൂ. അതിലേക്കൊരു 20 മില്ലി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച നല്ലെണ്ണയിൽ വറുത്ത് കോരി വെച്ച ചെമ്മീനും കൂടെ അതിലിട്ട് കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മളെ ചെമ്മീൻ അച്ചാർ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്ക്. നല്ല ചൂടുള്ള കഞ്ഞിക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ അച്ചാർ ലേശം കൂട്ടി കഴിച്ച് നോക്ക്, സൂപ്പറായിരിക്കും. മഴക്കാലമൊക്കെ വരുന്നതാണ്. കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ.